ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ റെഗുലർ ശ്രീമദ് ഭാഗവതം സീരീസിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ ഒന്നാം കാൻറ്റോ 7ാമത്തെ അധ്യായം ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രധാനപ്പെട്ട കഥാതന്തുവിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. എന്താണ് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജനനം എന്നുള്ള ആ ഒരു കഥാതന്തുവിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോ ആ ഒരു യുദ്ധത്തിന് ശേഷമുള്ള മഹാഭാരത യുദ്ധത്തിന് ശേഷമുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ വ്യാസദേവൻ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കണ്ടു ഉറങ്ങിക്കിടന്നിരുന്ന ദ്രൗപദിയുടെ 5 പുത്രന്മാരെ അശ്വത്ഥാമാവ് വധിച്ചു. അപ്പോ വളരെ ദേഷ്യപ്പെട്ട് അർജുനനും ഭഗവാനും വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു കർത്തവ്യം ചെയ്ത അശ്വത്ഥാമാവിന്റെ പുത്രൻ രൗണിയെ പിന്തുടർന്ന് പാശങ്ങൾ കൊണ്ട് ബന്ധിച്ച് എവിടേക്ക് കൊണ്ടുവരുന്നു, ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അപ്പോ എന്തുകൊണ്ടാണ് അശ്വത്ഥാമാവ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ള വാദമുഖങ്ങളാണ് ആര് ഉന്നയിക്കുന്നത്? ഭഗവാൻ ഉന്നയിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തില് എന്താണ് ശിബിരായ 34ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് ശിബിരായ നിനീശന്തം രജ്വാ ബധ്വ, അതായത് കയറുകൊണ്ട് കെട്ടി റിപും ബലാത് പ്രാഹാരാർജുനം പ്രകുപിതോ, അർജുനന്റെ കണ്ണുകൾ വന്നിട്ട് എന്താണ് വളരെയധികം ചുവന്ന് തുടുത്തിരുന്നു. എന്തുകൊണ്ട്? കോപം കൊണ്ട് തുടുത്തിരുന്നു. പക്ഷെ അവിടെ ഭഗവാനെ അംബുജേക്ഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോപം എന്ന് പറയുന്നത് ട്രാൻസെൻഡന്റൽ ആണ്. അതായത് ഭഗവാന്റെ കോപം എന്ന് പറയുന്നത് ആ പണിഷ്മെന്റിന് വേണ്ടി മാത്രമുള്ളതാണ്. ശാശ്വതമായിട്ടുള്ള കോപമൊന്നും ആരോടും ഭഗവാന് ഇല്ല. അതുകൊണ്ടാണ് ഭഗവാനെ അവിടെ അംബുജേക്ഷൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ സൗന്ദര്യം, നമ്മളൊക്കെ കോപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിനും ശബ്ദത്തിനും ഒക്കെ വ്യത്യാസങ്ങൾ വരും. പക്ഷെ ഇവിടെ ഭഗവാൻ അംബുജേക്ഷണ പ്രകുപിതോ, ഭഗവാൻ അംബുജേക്ഷണ. കുപിതനായിരുന്നു ഭഗവാൻ, പക്ഷെ എന്നാലും അദ്ദേഹത്തെ എന്താണ് വിളിക്കുന്നത്? അംബുജേക്ഷണ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോ അവിടെ വരെയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കാണാനുള്ളത് എന്ത് കാരണം കൊണ്ടാണ് ഭഗവാൻ വന്നിട്ട് ഈ ദ്രോണാചാര്യരുടെ പുത്രനെ അല്ലെങ്കിൽ ദ്രൗണിയെ പണിഷ് ചെയ്യണം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് അതിനു മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീരവനചാരി. ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ. ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ഗുരുദേവ് ഗുരുദേവ്. ജയ ജയ ഗുരുദേവ്.
ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. നമുക്ക് നോക്കാം ദ്രോണാചാര്യരുടെ പുത്രന് എന്താണ് സംഭവിക്കുന്നത്. നമുക്ക് 35ാമത്തെ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ഒന്നാമത്തെ കാരണം ഭഗവാൻ പറയുന്നു അശ്വത്ഥാമാവിനെ ശിക്ഷിക്കണം അല്ലെങ്കിൽ വധിക്കണം. അതിന് എന്താണ് ആദ്യത്തെ കാരണം എന്ന് നമുക്ക് നോക്കാം. മൈനം പാർത്ഥാർഹസി ത്രാതും ബ്രഹ്മബന്ധും ഇമം ജഹി യോ അസൗ അനാഗസ സുപ്താൻ അവധീൻ നിശിബാലകാൻ. മൈനം പാർത്ഥാർഹസി ത്രാതും ബ്രഹ്മബന്ധും ഇമം ജഹി യോ അസൗ അനാഗസ സുപ്താൻ അവധീൻ നിശിബാലകാൻ. മൈനം പാർത്ഥാർഹസി ത്രാതും ബ്രഹ്മബന്ധും ഇമം ജഹി യോസാവനാഗസ സുപ്താൻ അവധീൻ നിശിബാലകാൻ. എന്താണ് മാ ഏനം, ഒരിക്കലും എന്നാണ് അതിന്റെ അർത്ഥം. മ ഏനം, ഒരിക്കലും. പാർത്ഥ, അല്ലയോ പാർത്ഥ. അർഹസി ത്രാതും, വിട്ടയക്കരുത്, അവൻ അതിനെ അർഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് മ ഏനം പാർത്ഥ അർഹസി ത്രാതും. ത്രാതും ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുക അല്ലെങ്കിൽ മുക്തനാക്കുക എന്നാണ്. ഒരിക്കലും മുക്തനാക്കരുത് പാർത്ഥ. അർഹസി, അയാൾക്ക് മുക്തനാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാശത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് മോചിതനാകാൻ വേണ്ടിയിട്ട് അർഹനേ അല്ല അയാൾ. ആരാണ്? ബ്രഹ്മബന്ധും. അശ്വത്ഥാമാവ് ഒരു ബ്രാഹ്മണനാണ്. പക്ഷെ ഇപ്പൊ അശ്വത്ഥാമാവിന്റെ പ്രവൃത്തി എന്തിന്റെയാണ്? ഒരു നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഭഗവാൻ അയാളെ അവിടെ ബ്രഹ്മബന്ധു എന്ന് വിളിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്? ബർത്ത് കൊണ്ട് അല്ലെങ്കിൽ ജനനം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും അതിന് തക്കതായിട്ടുള്ള എന്താണ് ഗുണങ്ങളില്ല എന്നുണ്ടെങ്കിൽ അയാൾ ബ്രാഹ്മണൻ എന്ന് വിളിക്കപ്പെടുകയില്ല. ഇത് നമ്മൾ വന്നിട്ട് ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ സനാതന ധർമ്മത്തില് തെറ്റായി വിചാരിക്കുന്ന ഒരു പ്രവണതയെ ഭഗവാൻ ഇവിടെ എന്താണ് അത് അങ്ങനെയല്ല, ഇതാണ് ശരി എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. എല്ലാവരും പറയും എന്താണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറയുന്നത് എന്താണ് ചാതുർവർണ്ണ്യം, 4 വിധത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ, അത് ഇത് എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഗുണവും കർമ്മവും അനുസരിച്ചാണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. നോക്കൂ, ഇതിനു മുന്നേ വരെ അശ്വത്ഥാമാവ് ആരായിരുന്നു? ബ്രാഹ്മണനായിരുന്നു. പക്ഷെ ഇപ്പൊ അശ്വത്ഥാമാവ് ആരല്ല? ബ്രാഹ്മണനല്ല. അയാളുടെ ജനനം മാറിയോ? ഇല്ല. അയാൾ മരിച്ച് ഇനി പുതിയ ഒരാളായിട്ട് ജനിച്ചോ? ഇല്ല. എന്താണ്? സെയിം അച്ഛന്റെ അമ്മയുടെയും ദ്രോണാചാര്യർ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ പുത്രനായി തന്നെ തുടരുന്നു. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് അയാൾ ബ്രഹ്മബന്ധുവായി? അയാളുടെ ഗുണം അല്ലെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തി അയാളെ ആ ബ്രാഹ്മണൻ എന്ന് സംബോധന ചെയ്യാൻ യോഗ്യത ഇല്ലാത്തവനാക്കി മാറ്റി. അതിന്റെ അർത്ഥം എന്താണ്? ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്തല്ല, ബ്രാഹ്മണൻ ജനനം കൊണ്ട് കിട്ടുന്ന ഒരു പദവിയല്ല. നിങ്ങൾക്ക് ഗുണവും കർമ്മവും വെച്ചിട്ട് അത് നേടിയെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അർജുനനോട് പറയുന്നത് ബ്രഹ്മബന്ധുവാണ് ഇത്. ഇമം ജഹി, ഇയാളെ കൊല്ലുക തന്നെ വേണം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആദ്യത്തേത്? യോ അസൗ അനാഗസ, അതായത് ഒരു തെറ്റും ചെയ്യാത്ത ഉറങ്ങിക്കിടക്കുന്ന ആ പിഞ്ചു ബാലന്മാരെ അവധി നിശി എന്ത് ചെയ്തിരിക്കുന്നു? ഉറങ്ങിക്കിടന്നിരിക്കുന്ന ആ ബാലന്മാരെ വന്നിട്ട് കൊന്നിരിക്കുന്നു. ഇതാണ് കാരണം. ആരെ? അശ്വത്ഥാമാവിനെ എന്ത് ചെയ്യണം? കൊല്ലണം എന്ന് പറയാൻ കാരണം. അപ്പൊ പ്രഭുപാദ് ഈ പറിപ്പട്ടിനകത്ത് എന്താണ് ഇവിടെ ഏറ്റവും അവസാനം യോഗ്യനായ വ്യക്തിയെ ബ്രാഹ്മണനായി അംഗീകരിക്കണം. അതേപോലെ അതിന്റെ അവസാനം എഴുതിയിരിക്കുന്നു, ബ്രാഹ്മണ കുലത്തിൽ പിറന്നവനെങ്കിലും ബ്രാഹ്മണീയ ഗുണങ്ങൾ ഇല്ലാത്ത ഒരാളെ അബ്രാഹ്മണൻ അഥവാ ബ്രാഹ്മണ ബന്ധുവായി കരുതി പെരുമാറണം.
പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ സർവമത ആചാര തത്വങ്ങളുടെയും അധികാരിയായ ഭഗവാൻ ഈ വ്യത്യാസത്തെ സ്വയം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. താഴെ പ്രസ്താവിച്ചിരിക്കുന്ന ശ്ലോകങ്ങളിൽ ഇതിനുള്ള ഹേതുവും ഭഗവാൻ വിശദമാക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഗുണം കൊണ്ടാണ് പൊസിഷൻ അല്ലെങ്കിൽ പദവി നേടേണ്ടത്, അല്ലാതെ ജനനം കൊണ്ടല്ല പദവി നേടേണ്ടത്. ഈ തരത്തിലുള്ള 4 വർണ്ണങ്ങൾ എന്ന് പറയുന്നത് മുദ്ര കുത്തി വരുന്ന അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ട് വരുന്ന വർണ്ണങ്ങളും ആശ്രമങ്ങളുമായി അല്ല. നിങ്ങളുടെ ഗുണങ്ങളും കർമ്മങ്ങളും എന്താണോ അതിനനുസരിച്ചാണ് നിങ്ങൾ ബ്രാഹ്മണ്യം നേടുന്നത്. ബ്രാഹ്മണ്യം നേടണമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ്യത്തിന്റെ ഗുണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നേടണം. ഓക്കെ, ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ മോറൽ കോഡ്സ് അല്ലെങ്കിൽ ധാർമ്മിക നിയമങ്ങൾ ഇയാൾ തെറ്റിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അശ്വത്ഥാമാവ് തെറ്റിച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരതം ഭീതം നരിപും ഹന്തി ധർമ്മവിത്. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരടം ഭീതം നാരിപും ഹന്തി ധർമ്മവിത്. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരധം ഭീതം നാരിപും ഹന്തി ധർമ്മവിത്. എന്റെ അവസാനത്തെ പാർട്ട് എന്താണ്? നാരിപും ഹന്തി ധർമ്മവിത്. ധർമ്മവിത്ത്, ധർമ്മത്തിനെ കുറിച്ച് വിത്ത് എന്ന് പറഞ്ഞ അറിവുള്ളവൻ. ധർമ്മത്തിനെ കുറിച്ച് അറിയുന്ന ഒരുവൻ എന്ത് ചെയ്യുകയില്ല? നാ ഹന്തി, കൊല്ലുകയില്ല. എങ്ങനെയുള്ള ആളെ കൊല്ലുകയില്ല? അർജുനൻ കൊല്ലുകയില്ല എന്നല്ല പറയുന്നത്. അർജുനൻ ക്ഷത്രിയനാണ്, അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ധർമ്മയുദ്ധം ചെയ്യുക, ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന അർജുനന്റെ കർത്തവ്യമാണ്. അപ്പൊ ഇവിടെ ധർമ്മവിത്തായിട്ടുള്ള ഒരാള് എന്ത് ചെയ്യുകയില്ല? കുറച്ച് ആൾക്കാരെ അഥവാ അയാളുടെ ശത്രുവാണെങ്കിലും കൊല്ലുകയില്ല. എങ്ങനത്തെ ഉള്ള ആൾക്കാരെ? മത്തം. മത്തം എന്ന് പറഞ്ഞാൽ കെയർലെസ് ആയിട്ടിരിക്കുന്നവൻ. ഒരു ശത്രുവാണ്, അയാൾ വേറെ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ കയ്യിൽ ആയുധവും ഇല്ല, നിങ്ങളെ ആക്രമിക്കാൻ വരുമെന്ന് അയാൾക്ക് അറിയുകയുമില്ല. അപ്പോ അയാള് എന്താണ്, ഒന്നിനെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കുന്ന സമയത്ത് അയാളെ പോയി കൊന്നു കഴിഞ്ഞാൽ അത് ധർമ്മമല്ല, അത് അധർമ്മമാണ്. പ്രമത്തം, കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നത് നിങ്ങളുടെ ശത്രുവാണെങ്കിൽ കൂടി ആ അവസ്ഥയിൽ പോയി അയാളെ കൊല്ലുക എന്ന് പറയുന്നത് അതും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ ധർമ്മമല്ല. സുപ്തം, ഉന്മത്തം. ഉന്മത്തം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചു പോയി അയാൾക്ക്. ഉന്മത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രാന്ത് പിടിച്ചവൻ, ചിത്തഭ്രമമുള്ളവൻ. അത് നിങ്ങളുടെ ശത്രുവാണെങ്കിൽ കൂടി അയാൾ മാനസികാരോഗ്യം ഇല്ലാത്തവനായി മാറുമ്പോൾ അയാളെ കൊല്ലാൻ പറ്റുകയില്ല. ഒരു ക്ഷത്രിയനെ കൊല്ലാൻ പറ്റുകയില്ല. സുപ്തം, ഉറങ്ങിക്കിടക്കുന്നവൻ. അയാൾ അറിയുന്നില്ല നിങ്ങൾ അയാളുടെ ശത്രുവാണ്, അയാൾ നിങ്ങളുടെ ശത്രുവാണ്, ശരി തന്നെ. പക്ഷെ എന്നാലും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ അയാളെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ധർമ്മത്തിന് നിരക്കുന്നതല്ല. പിന്നെ ബാലം, കൊച്ചുകുട്ടികൾ, അവർക്ക് എന്താണ് ശത്രു എന്താണ് മിത്രം എന്ന് അറിയത്തില്ല, നിഷ്കളങ്കരാണ് അവർ എന്ന് പറയും. അവരെ ഒരിക്കലും കൊല്ലാൻ പാടില്ല. സ്ത്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളെയും കൊല്ലാൻ പാടില്ല എന്നാണ് പറയുന്നത്. ജഡം എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി അല്ലെങ്കിൽ മണ്ടനായവൻ. അയാൾക്കും അറിയുകയില്ല എന്താണ് ശത്രു എന്താണ് മിത്രം എന്ന്, അതുകൊണ്ട് തന്നെ അയാളെയും കൊല്ലാൻ പാടില്ല. പ്രപന്നം, തനിക്ക് കീഴടങ്ങിയ ശത്രുവിനെയും കൊല്ലാൻ പാടില്ല. രഥം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളേത്, അയാള് എന്ത് ചെയ്യണം? രഥത്തിലേറി വന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അയാളുടെ രഥം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ സമയത്തും അയാളെ കൊല്ലാൻ പാടില്ല. ഭീതം, ഒരുപാട് പേടിച്ചു വിറച്ചു നിൽക്കുന്ന ശത്രു, അയാൾ ആക്രമിക്കാൻ വേണ്ടി തുടരുന്നില്ല എങ്കിൽ അയാളെ കൊല്ലാൻ പാടില്ല. ഇത്രയും ആൾക്കാരെ കൊല്ലാൻ പാടില്ല എന്ന്. പണ്ടത്തെ യുദ്ധങ്ങളൊക്കെ ഇതുപോലെ ആയിരുന്നു. പ്രഭുപാദ ഈ പർപ്പൊട്ടിനകത്ത് പറയുന്നു, ധർമ്മതത്വങ്ങൾ അറിയാവുന്ന ഒരാൾ അശ്രദ്ധനായ, ലഹരി പിടിച്ച, ചിത്തഭ്രമമുള്ള, നിദ്രയിലാണ്ട, പേടിച്ചരണ്ട അല്ലെങ്കിൽ രഥം നഷ്ടപ്പെട്ട ഒരു ശത്രുവിനെ വധിക്കുകയില്ല. മാത്രവുമല്ല അവൻ ഒരു ബാലനെയോ ഒരു സ്ത്രീയെയോ ഒരു മൂഢജീവിയെയോ അല്ലെങ്കിൽ ഒരു കീഴടങ്ങിയ ആത്മാവിനെയോ വധിക്കാറില്ല. നോക്കൂ നമ്മുടെ യുദ്ധങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത് എന്ന്. എന്താണ് ചെയ്യുന്നത്?
നമുക്കറിയാം ഇപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന്, അല്ലെ? നമ്മൾ പലപ്പോഴും പത്രത്തിലെല്ലാം കാണുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട്. ആരെയാണ് കൊല്ലുന്നത്? സിവിലിയൻസിനെ. ഒരിക്കലും ഒരു പ്രതിരോധിക്കാത്ത ശത്രുവിനെ ധർമ്മതത്വങ്ങൾ അറിയാവുന്ന ഒരാൾ ഒരിക്കലും വധിക്കാറില്ല. യുദ്ധങ്ങൾ ധർമ്മതത്വാനുസരണമാണ് നടത്തിയിരുന്നത്. അല്ലെങ്കിൽ ചില പൊളിറ്റീഷ്യൻസിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയോ തീവ്രവാദികളുടെയോ ഒന്നും ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട് അല്ല യുദ്ധം നടത്തേണ്ടത് എന്ന്. അങ്ങനെ യുദ്ധം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന് ഭീകരവാദം എന്ന് പറയുന്നത്, ടെററിസം എന്ന് പറയുന്നത്. ഒരു ആയുധവും ഇല്ലാതെ ഒരു സ്ഥലത്ത് ചെല്ലുന്ന ഒരാളെ വെറുതെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ആയുധം ഏന്തി ഒരാൾ കൊല്ലുന്നത് എന്ത് തരത്തിലുള്ള ധർമ്മയുദ്ധമാണ്? അതിനെ ധർമ്മയുദ്ധം എന്നോ സ്വാതന്ത്ര്യ സമരം എന്നോ ഒന്നും വിളിക്കാൻ പറ്റുകയില്ല. യുദ്ധം ചെയ്യുന്നത് പ്രിപ്പയർഡ് ആയിട്ടുള്ള, നേർക്കുനേർ നിന്ന് പൊരുതുന്ന ശത്രുവിനോട് മാത്രമാണ്. അല്ലാതെ ബാലന്മാരെയോ സ്ത്രീകളെയോ വൃദ്ധരെയോ പ്രതിരോധിക്കാത്തവനെ ഒന്നും കൊല്ലുന്നത് എന്തല്ല? യുദ്ധമേ അല്ല. അതിനെ യുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് മസാക്കർ എന്നാണ് പറയുന്നത്. എന്താണ്? വെറും കൊലപാതകം എന്നാണ് പറയുന്നത്. അയാള് ധർമ്മമല്ല ചെയ്യുന്നത്. എത്ര സ്ഥലങ്ങളിൽ, നമ്മുടെ ലോകത്ത് എത്ര സ്ഥലങ്ങളിൽ സ്ഥാനത്തിനും പ്രശസ്തിക്കും പണത്തിനും രാജ്യത്തിനും അതിനും ഇതിനും ഒക്കെ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ധർമ്മയുദ്ധമാണെന്നാണ് ചില റിലീജിയസ് തോട്ട്സ് പറയുന്നത്. എന്ത് ധർമ്മയുദ്ധമാണ്? എന്ത് ധർമ്മയുദ്ധത്തിന്റെ കാര്യമാണ് പറയുന്നത് അവരെല്ലാവരും? നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പുസ്തകത്തിൽ ഒരിക്കലും ഈ ധർമ്മയുദ്ധം പറയുന്നില്ല. ഈ യുദ്ധം പറയുന്നില്ല. ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള എതിരി, അല്ലെങ്കിൽ അയാൾക്ക് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ് അയാളെ ശിക്ഷിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരാളെ പോയി കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? ധർമ്മയുദ്ധമേ അല്ല. ധർമാനുസൃതമായ യുദ്ധങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട്. ഇപ്പോ പക്ഷെ അതെല്ലാം ഒന്നുകിൽ പൊളിറ്റിക്സ്, അല്ലെന്നുണ്ടെങ്കിൽ തീവ്രവാദം, ഇതുപോലുള്ള യുദ്ധങ്ങളാണ് ഈ ഭൂമുഖത്ത് നടക്കുന്നത് മുഴുവനും. അതുകൊണ്ട് അതിനെയും ഇതിനെയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 37ാമത്തെ ശ്ലോകം. സ്വപ്രാണാന്യ പരപ്രാണൈഃ പ്രസുപ്നാതി പ്രപുഷ്ണാതി അഘൃണാഖല തദ്വധസ്തസ്യ ഹി ശ്രേയോ യദ്ദോഷാദ്യാത്യഥാ പുമാൻ. സ്വപ്രാണാന്യ പരപ്രാണൈഃ പ്രപുഷ്ണാത്യഘൃണാഖല തദ്വധസ്തസ്യ ഹി ശ്രേയോ യദ്ദോഷാദ്യാത്യഥാ പുമാൻ. സ്വപ്രാണാന്യഃ പരപ്രാണൈഃ പ്രപുഷ്ണാതി അഘൃണാഖല തദ്വധസ്തസ്യ ഹി ശ്രേയോ യദ്ദോഷാദ്യാത്യഥാ പുമാൻ. എന്താണ്? ആദ്യം ഭഗവാൻ എന്തുകൊണ്ടാണ് അശ്വത്ഥമാവിനെ വധിക്കണമെന്ന് പറയുന്നത്? ഒന്ന്, സുപ്തം, മത്തം, പ്രമത്തം, ഉന്മത്തം, സുപ്തം, ബാലം, സ്ത്രീയം, ജഡം, ഇവരെ ഒന്നും ധർമ്മവിത്തായിട്ടുള്ള ആൾക്കാർ കൊല്ലാൻ പാടില്ല. അതുകൊണ്ട് അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് കൊന്നത്. ആരെ? ഉറങ്ങിക്കിടന്നിരുന്ന ബാലന്മാരായിട്ടുള്ള, ഒരു തെറ്റും ചെയ്യാത്ത, പ്രിപ്പയർഡ് അല്ലാത്ത, ഒരു ആയുധം പോലും എതിരെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തില്ല, അവർക്ക് ബോധമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് അവരെ കൊന്നിരിക്കുന്നത്. അത് തെറ്റാണ് ധാർമ്മികപരമായിട്ട്. അതുകൊണ്ട് ഇയാൾക്ക് പണിഷ്മെന്റ് കൊടുത്തേ തീരൂ. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? സ്വപ്രാണാന്യ പരപ്രാണൈ. സ്വന്തം ജീവൻ നിലനിർത്തുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇയാള് മറ്റുള്ളവരുടെ പ്രാണനെ അപകടത്തിലാക്കിയാണ്. ആര്? അശ്വത്ഥമാവ് എന്താണ് ചെയ്തത്? അശ്വത്ഥമാവ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ഉറങ്ങിക്കിടക്കുന്ന ആ കുട്ടികളെ വധിച്ചു കളഞ്ഞു. പ്രപുഷ്ണാതി എന്താണ്? നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വപ്രാണാൻ പ്രപുഷ്ണാതി, എന്റെ പ്രാണനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പരപ്രാണൈ അഘൃണാഖല, നാണം കെട്ടും എന്ത് ചെയ്യുകയാണ്? ഈ അസൂയ നിറഞ്ഞവൻ. ഖല എന്ന് പറഞ്ഞാൽ അസൂയക്കാരെന്നാണ്, റച്ചഡ് എന്നാണ് പറയുന്നത്. അസൂയയുള്ളവർ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെ ചൂഷണം ചെയ്തിട്ട് സ്വന്തം ജീവിതത്തെ നിലനിർത്തും. അത് തെറ്റാണ്. ഖല തദ്വധസ്, അയാളെ വധിക്കണം. ഭഗവാൻ അർജുനനോടാണ് പറയുന്നത്. തദ്വധസ് തസ്യ ഹി ശ്രേയോ.
അങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കുന്നതേ ശരിയല്ല. കാരണം ഒരുപാട് ആൾക്കാരെ ചൂഷണം ചെയ്യും. അവരെ വധിക്കുക തന്നെയാണ് നല്ലത്. യത് ദോഷാത് യാതി അത പുമാൻ. എന്താണ്? അല്ലെങ്കിൽ അയാള് വീണ്ടും വീണ്ടും ഈ തെറ്റുകൾ ചെയ്യും, മറ്റുള്ളവർക്കും ദോഷം ചെയ്യും, സ്വയമേ അയാള് വീണ്ടും വീണ്ടും താഴേക്ക് പോവുകയും ചെയ്യും. അല്ലെ? എന്താണ് പറയുന്നത്? മറ്റുള്ളവരുടെ ജീവനെ അപഹരിച്ച് അസ്തിത്വം സംരക്ഷിക്കുന്ന നികൃഷ്ടനും നിഷ്ഠൂരനുമായ ഒരാൾ വധിക്കപ്പെടാൻ അർഹനാണ്. അല്ലാത്ത പക്ഷം സ്വകർമ്മത്താൽ അവൻ നിശ്ചയമായും നിന്ദ്യമായ അവസ്ഥയിലേക്ക് അധപ്പതിക്കും. അതുകൊണ്ട് അവന് പറ്റുന്ന ആ തരത്തിലുള്ള നിന്ദ്യമായ അവസ്ഥയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ അവനെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് മുന്നേ തന്നെ വധിച്ചു കളയുക എന്ന് പറയുന്നത്. അല്ലെ? എന്താണ്? ജീവൻ എന്ന ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡെത്ത് പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഡെത്ത് സെന്റൻസ് ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയുന്നുള്ളൂ. വധശിക്ഷ എന്ന് പറയുന്നത് വളരെയധികം അപൂർവങ്ങളായിട്ടുള്ള കുറ്റത്തിന് മാത്രമേ ഉള്ളൂ. എന്താണ് ഒരാൾ പറയുന്നത്? ഈ വധശിക്ഷ എന്തിനാണ് കൊടുക്കുന്നത്? അയാൾ ഒരു എന്താണ് വളരെ ക്രൂരമായ നിന്ദ്യമായിട്ടുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തു. എന്ത് ചെയ്തു? തീരെ ചെറിയ ഒരു കുട്ടിയെ വന്നിട്ട് എന്താണ് സെക്ഷുവലി അസോൾട്ട് ചെയ്ത് കൊന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ആളെ പോലീസ് പിടിച്ചു. അപ്പൊ ജഡ്ജി എന്ത് വാദിക്കും? ഇത് വന്നിട്ട് നിന്ദ്യവും ക്രൂരവുമായ ഒന്നാണ്. ഇയാൾ ഇനിയും ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് വധശിക്ഷ കൊടുക്കണം. ആ വധശിക്ഷ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇവിടെ ധർമ്മഗ്രന്ഥങ്ങളിൽ പറയുന്നത്. എന്താണ്? ജീവൻ എന്ന തത്വം അനുസരിച്ച് രാജാവിനാൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ സ്വർഗ പദപ്രാപ്തി ഉണ്ടാകുന്ന തരത്തിൽ എല്ലാവിധ പാപങ്ങളിൽ നിന്നും ശുദ്ധമായി തീരുന്നു എന്ന് സ്മൃതിശാസ്ത്രങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്താണ് തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്തത്? എന്താണ് ഇയാൾക്ക് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ കൊന്നില്ല, നമ്മളല്ല, ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അയാളെ വധിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ വീണ്ടും 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 അതേ പ്രവൃത്തി തന്നെ ചെയ്യും. നിർണയിച്ച് മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തി. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാളെ വധിക്കും. നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരാളെ വധിക്കുന്നത് ശിക്ഷയല്ല, അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയായി മാറും. അല്ലെങ്കിൽ അറിയാതെ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നത് അതും വന്നിട്ട് ഇതല്ല. എന്താണ്? വധശിക്ഷയ്ക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ബസ് ഓടിക്കൊണ്ടിരിക്കുന്നു, ഒരു അപകടം സംഭവിക്കുന്നു, ഒരു സ്കൂട്ടർ മറിഞ്ഞ് ആ ബസ്സിന്റെ അടിയിൽപ്പെട്ട് അയാൾ മരിക്കണമെന്ന് വിചാരിക്കുക. ഈ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറാണ് അയാളെ കൊന്നതെന്ന് പറയാൻ പറ്റില്ല. അയാൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. എന്താണ്? അറിയാതെ അയാൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരാൾ വന്നതിന്റെ മുന്നിൽ വീഴുക, അയാൾ മരിച്ചു പോവുക. എന്താണ് അയാളുടെ ശിക്ഷ? അറിയില്ല. ആ ശിക്ഷ എന്ന് പറയുന്നത് മൃത്യുദണ്ഡന വരൂല. ഇത് മനഃപൂർവ്വം ഇയാളെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്നുള്ള പ്ലാനിങ്ങും അതും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അങ്ങനെ വധിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും വധശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നു. കാരണം ഇതിന് അയാൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനി അടുത്ത എത്രയോ ജന്മങ്ങളിൽ വന്നിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ അയാളെ ജീവൻ എന്ന് പകരത്തിന് പകരം എന്ന തരത്തിൽ വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയിൽ നിന്നും അയാൾ രക്ഷിക്കപ്പെടും എന്ന്. അതെ, നോക്കൂ, ഇത് നമ്മളുടെ മനുഷ്യനെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല എന്നാണ് അടുത്തത് പ്രഭുപാദ് പറയുന്നത്. നോക്കൂ, according to Manu, the great author of civic codes and religious principles, even the killer of an animal is to be considered a murderer. Because animal food is never meant for the civilized man, whose prime duty is to prepare himself for going back to Godhead. എന്താണ്? സ്മൃതിശാസ്ത്രങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് മൃഗത്തെ വധിക്കുന്നവനെ പോലും കൊലയാളിയായി പരിഗണിക്കപ്പെടേണ്ടതാകുന്നു. എന്തെന്നാൽ സംസ്കാര സമ്പന്നനായ വ്യക്തിയെ ഉദ്ദേശിച്ചുള്ളതല്ല മൃഗഭക്ഷണം. അത് അൺസിവിലൈസ്ഡ് ആൾക്കാരാണ്. അവർക്ക് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മരുഭൂമിയിൽ വേറെ ഒന്നും കിട്ടാനില്ല. അവർക്ക് അവരുടെ ജീവനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മൃഗത്തിനെ കഴിക്കേണ്ടതായി വരും. കാരണം വെള്ളവുമില്ല, കുക്ക് ചെയ്യാനും പറ്റില്ല, വേറെ പച്ചിലകളും ഇല്ല, ഒന്നുമില്ല, ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി. എന്ത് ചെയ്യും? ഇവിടെ മാംസഭക്ഷണം വന്നിട്ട് അനുവദനീയമാണ്. പക്ഷേ നമ്മള് ചുറ്റിനും പച്ചക്കറികളും പഴങ്ങളും നല്ല നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ടങ്ങിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് നമുക്ക് വേണ്ടത്? നമ്മൾ കൊലപാതകമാണ് ചെയ്യേണ്ടത്. സോ പാപികളായവരുടെ ഭാഗത്തു നിന്നും മൃഗങ്ങളെ വധിക്കാനായി നിരന്തരമായ ഗൂഢാലോചനകൾ നമ്മൾ അറിയാതെ ചെയ്യുന്നതല്ല. ആ മൃഗത്തിനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ വെട്ടിക്കൊല്ലുന്നത് എന്താണ്? മനഃപൂർവ്വം ചെയ്യുന്നതാണ്.
അപ്പോൾ അപ്രകാരം പ്രവർത്തിക്കുന്നവരെല്ലാവരെയും മനുഷ്യരെ കൊല്ലുന്നതിന് സംയുക്ത ഗൂഢാലോചനകൾ നടത്തി നരഹത്യ നടത്തിയ കൊലയാളികൾക്ക് നൽകുന്ന അതേ ശിക്ഷ കൊടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്, മനു സംഹിതയിലെ മോറൽ കോഡ്സിൽ പറയുന്നത്. ഇതെന്താണ്? ഇത് കട്ടിങ് ആണ്. അതായത് ഇത് നമുക്ക് അല്ലെങ്കിൽ ചില സാധാരണ ആൾക്കാർക്ക് ദഹിക്കില്ല ഈ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. അതെങ്ങനെ ശരിയാകും? എന്റെ ജീവനും മൃഗത്തിന്റെ ജീവനും തമ്മിട്ട് ഒന്ന് തന്നെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതെ, ഒന്ന് തന്നെയാണ്. എന്താണ്? ഒന്ന് തന്നെയാണ്. കാരണം എന്താണ്? പണ്ഡിത സമദർശിന. ഒരു പണ്ഡിതൻ എങ്ങനെ ആയിരിക്കണം? വിദ്യാവിനയ സമ്പന്നേ ആയിട്ടുള്ള ഒരു പണ്ഡിതൻ. ബ്രാഹ്മണേ കവി ഹസ്തിനി എന്താണ് ശുനി ചൈവ സ്വപാകേച്ച പണ്ഡിത സമദർശിന. ഒരു വ്യത്യാസവുമില്ല ജീവന്. എല്ലാ ജീവനും ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ എവിടെ ആയിരുന്നാലും അത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ പിന്നെ പ്ലാന്റ്സിനെ കൊല്ലുന്നില്ലേ? എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയശ്ചതി തദഹം ഭക്തിയുപഹൃതം അശ്നാമി യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വെജിറ്റേറിയൻ ആവുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ പ്രസാദേറിയൻ ആവുകയാണ് ചെയ്യേണ്ടത്. വെറും വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതിനും എന്താണ് കർമ്മഫലങ്ങൾ ഉണ്ടാകും. കാരണം മൃഗം ഉണ്ട്. നമ്മള് അത് ഭഗവാന് ഓഫർ ചെയ്തിട്ട്, അപ്പൊ നിങ്ങൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മാംസഭക്ഷണം ഭഗവാൻ ഓഫർ ചെയ്തിട്ട് കഴിച്ചാൽ അങ്ങനെ അത് ശരിയാവൂല്ലേ? എവിടെ പറഞ്ഞിരിക്കുന്നു? ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഭഗവാൻ കൊടുക്കാൻ പറ്റും. ഇപ്പം ഫലം തോയം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ എന്താണ് അതിനകത്ത് ഒരു ലൂപ്പ് ഹോളും ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് സിവിലൈസ്ഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ആധ്യാത്മിക പുരോഗതി കാക്ഷിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു അത് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അവരെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ എന്താണ് ഭീഷണിപ്പെടുത്തി നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അവരെ മാറ്റാൻ പറ്റുകയില്ല. അറിവ് പകർന്നു നൽകുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ മാംസഭക്ഷണം ഉപയോഗിക്കരുത് എന്ന് പറയുക? എന്തുകൊണ്ടാണ്? ഈ കൊല്ലുന്ന മൃഗങ്ങളുടെ എല്ലാം ഫർദർ അഡ്വാൻസ്മെന്റിനെ നമ്മൾ തടയിടുകയാണ്. അതൊരു തരത്തിലുള്ള ഹിംസയാണ്. ആ ജീവന് ആ ഒരു ശരീരത്തിൽ എത്ര നാള് ജീവിക്കാനുണ്ടോ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ശരീരം കിട്ടാൻ വേണ്ടി ഉണ്ടായിരുന്നതാണ്. അപ്പൊ നമ്മൾ അതിനെ കൊന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ അറസ്റ്റ് ചെയ്യും. ഇനി പിന്നെ അതിന് ആ ജീവൻ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ, അതേ ലൈഫ് ഫോം തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര നാളെടുക്കും? അത് ഹിംസയാണ്. നമ്മൾ ചെയ്യുന്നത് ഹിംസയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവരോട് എന്താണ് പിന്നെ പറയുന്നത്? നിർബന്ധിച്ച് നിങ്ങൾ പശുവിനെ കൊന്നു എന്നും പറഞ്ഞ് നമ്മൾ അവരെ പോയി കൊല്ലുക എവിടെയാണ്? അതും ഈ പ്രകാരം എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വന്നിട്ട് ക്ലിയർ കട്ടായിട്ട് ഇതിന് എല്ലാത്തിനും നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് ധർമ്മമാവുകയില്ല. അറിവ് നൽകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. അറിവ് കൊണ്ട് മാത്രമേ മനുഷ്യർക്ക് മനസ്സിലാവുകയുള്ളൂ താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. മാംസഭക്ഷണം സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള അറിവ് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പ്രസാദം കഴിക്കുന്നതിന്റെ പ്രത്യേകത, അത് എങ്ങനെയാണ് നമ്മളുടെ ആത്മീയ പുരോഗതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നോർമലി തന്നെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തോളി. അല്ലാതെ തോക്കിന്റെ പുറത്ത് നിർത്തിയോ അല്ലെങ്കിൽ അയാളെ തല്ലി കൊന്ന് പശുവിനെ രക്ഷിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. രണ്ട് ജീവനും നമ്മൾക്ക് ഒരുപോലെയാണ്. ആർക്ക്? ഭൗതിക ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും നമുക്ക് ഒരുപോലെയാണ്. പശുവും അതെ, ഒരു മനുഷ്യനും അതെ. ഇതിനെ ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് ഇനി ഒരാളെ കൊല്ലുന്നത്, മനുഷ്യന് വേണ്ടി മൃഗത്തെ കൊല്ലുന്നത്, മൃഗത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്നത്, രണ്ടും ധർമ്മത്തിനെതിരാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ പ്രകാരം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പലതരത്തിലുള്ള റിയാക്ഷൻസും അതെല്ലാം വന്നിട്ട് ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ശരിയാണ്, തെറ്റാണ് അയാൾ ചെയ്യുന്നത്. ആ പശുവിനെ കൊല്ലാൻ പാടില്ല. പക്ഷെ അയാളെ കൊല്ലുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഡീപ്ലി ഇതിന്റെ അകത്ത് മനുസംഹിത എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് എന്നും. പക്ഷെ ഇപ്പോഴാരും മനുസംഹിതയൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. പോട്ടെ. ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. യജ്ഞത്തിന് വേണ്ടി. എന്താണ് യജ്ഞം എന്ന് പറയുന്നത്? യജ്ഞം എന്ന് പറയുന്നത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന.
ഭഗവാന് കൊടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്താണ് അത് ഒരു തരത്തിൽ യജ്ഞമാണ്. അപ്പോ ആ യജ്ഞപ്രസാദം ഭക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഉന്നതിയെ വരികയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പാപമാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? വെജിറ്റേറിയൻ മാത്രമല്ല ആകേണ്ടത്, പ്രസാദേറിയനാണ് ആകേണ്ടത് എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രസാദേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൃഷ്ണപ്രസാദം മാത്രം ഭക്ഷിക്കുക. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ അകത്തും ഇമ്മ്യൂൺ ആകും, അതായത് സുരക്ഷിതമാകും. നമ്മൾക്ക് മാംസഭക്ഷണം കഴിക്കേണ്ടി വരികയില്ല. കാരണം ഭഗവാന് കൊടുക്കാൻ പറ്റുകയില്ല മാംസഭക്ഷണം. പത്രം, പുഷ്പം, ഫലം, തോയം ഇത്രയേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ. സ്വീകരിക്കാത്ത ഒരെണ്ണം ഭഗവാന് കൊടുത്തിട്ട് ഞാൻ അതിന്റെ പ്രസാദമാണ് സ്വീകരിക്കുന്നതെന്ന് ആർക്ക് പറയാൻ പറ്റും? ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇത് അതിൽ നിന്നും ഇമ്മ്യൂൺ ആകും. പിന്നെ എന്താണ്? നിങ്ങൾ കൊല്ലുന്നുണ്ട് ആരെ? സസ്യങ്ങളെയും അവരുടെയും ജീവൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ പറയുന്നു പത്രം, പുഷ്പം, ഫലം, തോയം അത് നിങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടി, നിങ്ങൾക്ക് ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ വന്നിട്ട് എന്താണ്? അത് അലൗഡ് ആണ്. ആ അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രസാദമാക്കി മാറ്റി നമ്മൾ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആധ്യാത്മിക ഉന്നതി കിട്ടും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ കോണ്ടെക്സ്റ്റ്? ഒന്നാമത്തെ കാരണം, ഇയാൾ വന്നിട്ട് ഈ മത്തം, പ്രമത്തം, ഉന്മത്തം ഈ പ്രകാരമുള്ള കൊല്ലാൻ പാടില്ലാത്ത ചില ആൾക്കാരുണ്ട്. ധർമ്മവിത്തുക്കളായ ആൾക്കാർ കൊല്ലാൻ പാടില്ലാത്തത്. അത് ദ്രോണാചാര്യരുടെ പുത്രൻ ലംഘിച്ചു ഉറങ്ങിക്കിടന്ന ബാലന്മാരെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത് എന്താണ്? തന്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി ഇനി ഒരാളുടെ ജീവനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന വ്യക്തി ജീവിക്കാനേ അർഹനല്ല. അതാണ് ഇവിടെ നമ്മൾ കൊലപാതകത്തിന്റെ കാര്യം പറയുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നത്? ദ്രോണാചാര്യരുടെ പുത്രൻ 5 കുട്ടികളെ വധിച്ചിരിക്കുന്നു. അങ്ങനെ വധിച്ചിരിക്കുന്ന ആൾക്ക് ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് യോഗ്യതയുണ്ടോ? ഇല്ല. അതുകൊണ്ട് അയാളെ കൊല്ലണം എന്ന് ആര് പറയുന്നു? ഭഗവാൻ പറയുന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 38ാമത്തെ ശ്ലോകം. പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാല്യൈ ശൃണ്വതോ മമഃ ആഹരിഷ്യേ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ. എന്ത് പറയുന്നു? പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാല്യൈ ശൃണ്വതോ മമ ആഹരിഷ്യേ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ. എന്ത് പറയുന്നു? പ്രതിശ്രുതം ച ഭവതാ, ഭവതാ നീ അല്ലെങ്കിൽ അങ്ങ് എന്ത് ചെയ്തിരിക്കുന്നു? പ്രതിശ്രുത, പ്രതിജ്ഞ ചെയ്തിരുന്നു ഇല്ലേ? ആരോട് പ്രതിജ്ഞ ചെയ്തിരുന്നു? പാഞ്ചാലിയെ, നീ പാഞ്ചാലിയോട് പ്രതിജ്ഞ ചെയ്തിരുന്നില്ലേ? ശൃണ്വത്തോ മമ, എന്താണ്? ഞാൻ വന്നിട്ട് നിന്റെ കൂടെ ഉണ്ടായിരുന്ന അർജുന, നീ പാഞ്ചാലിയുടെ അടുത്ത് എന്ത് ചെയ്തിരിക്കുന്നു? നീ ശപഥം ചെയ്തിരുന്നുവല്ലോ. എന്താണ് ശപഥം ചെയ്തിരുന്നത്? ആഹരിഷ്യ ശിരസ്തസ്യ, നിന്റെ പുത്രന്മാരുടെ ശിരസ് വന്നിട്ട് നിന്റെ പുത്രന്മാരുടെ കൊലപാതകത്തിന് കാരണക്കാരനായവന്റെ ശിരസ് നിനക്ക് സമ്മാനിക്കുമെന്ന് നീ ദ്രൗപദിക്ക് വാഗ്ദാനം ചെയ്തില്ലേ? ഞാൻ സ്വയം ശ്രവിച്ചതാണ്. അതുകൊണ്ട് നീ അവൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഇവനെ വധിക്കുക. മൂന്നാമത്തെ റീസൺ എന്താണ്? Furthermore, I have personally heard you promise Draupadi that you would bring forth the head of the killer of her sons. അവരുടെ പുത്രന്മാരുടെ ഘാതകന്റെ ശിരസ് സമ്മാനിക്കാമെന്ന് നീ ദ്രൗപദിക്ക് വാഗ്ദാനം ചെയ്തത് ഞാൻ സ്വയം ശ്രവിച്ചതാണ് എന്ന് പറയുന്നു. ആര് പറയുന്നു? ഭഗവാൻ പറയുന്നു. മൂന്നാമത്തെ റീസൺ. അപ്പൊ നമ്മൾ എത്ര റീസൺ കണ്ടു? ഒന്ന്, അശ്വത്ഥാമാവ് ബ്രഹ്മബന്ധുവാണ്, അയാൾ വന്നിട്ട് തെറ്റാണ് ചെയ്തത്, ബാലഘാതകനാണ്. ഇനി രണ്ടാമത്തേത് ധർമ്മിക എന്താണ്? സ്വന്തം ജീവിതം വന്നിട്ട് ഇനി ഒരാളുടെ ജീവിതം കൊണ്ട് ചൂഷണം ചെയ്ത് ജീവിക്കുന്നവൻ ജീവിച്ചിരിക്കാൻ വേണ്ടി യോഗ്യനല്ല. മൂന്ന്, നീ പാഞ്ചാലിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വാഗ്ദാനം ചെയ്തിരുന്നു, നിന്റെ പുത്രന്മാരുടെ ഘാതകന്റെ ശിരസ് ഞാൻ നിനക്ക് കൊണ്ടുതരുമെന്ന്. അപ്പൊ നിനക്ക് എന്തായാലും ഇവനെ വധിക്കേണ്ടി വരും. ഇനി നാലാമത് എന്താണ് റീസൺ പറയുന്നത്? തദസൗ വധ്യതാം പാപ ആതതായാത്മബന്ധുഃ ഭർത്തുശ്ച വിപരീയം വീരാ ഭർത്തുശ്ച വിപ്രിയം വീരാ കൃതവാൻ കുലപാംശനഃ. തദസൗ വധ്യതാം പാപ ആതതൈ ആത്മബന്ധുഃ ഭർത്തുശ്ച വിപ്രിയം വീരാ കൃതവാൻ കുലപാംശനഃ. തദസൗ വധ്യതാം പാപ ആതതായാത്മബന്ധുഃ ഭർത്തുശ്ച വിപ്രിയം വീരാ കൃതവാൻ കുലപാംശനഃ. എന്താണ്? തദസൗ, അതുകൊണ്ട് ഈ
മനുഷ്യൻ ആര്? ദ്രോണാചാര്യരുടെ പുത്രൻ. വധ്യതാം, വധിക്കപ്പെടേണ്ടവനാണ്. പാപ, അയാൾ പാപിയാണ്. ആതതായി, അയാൾ എന്താണ്? ടെററിസ്റ്റ് ആണ്. ആത്മാ ഹാ, എന്താണ്? സോറി, ആത്മാ ബന്ധുഹ. എന്താണ്? ആത്മാ ബന്ധുഹ. ആത്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ബന്ധുക്കളുടെ ബന്ധുഹ എന്ന് പറഞ്ഞാൽ കില്ലർ ഓഫ് സൺസ്. എങ്ങനെയാണ്? അശ്വത്ഥമാവും ഇവരും തമ്മിൽ റിലേറ്റഡ് ആണ്. ദ്രോണാചാര്യരും അശ്വത്ഥമാവും ആരൊക്കെയാണ്? അർജുനന്റെ തന്നെ ഗുരുവും ഗുരുവിന്റെ പുത്രനുമാണ്. അപ്പൊ അർജുനനോടും അതേ തരത്തിലുള്ള ബന്ധമാണ്. ശിഷ്യനാണ് അർജുനൻ. ആരുടെ? ദ്രോണാചാര്യരുടെ. അപ്പൊ ദ്രോണാചാര്യരുടെ പുത്രൻ എന്ന് പറയുന്നത് സ്വന്തം സ്പിരിച്വൽ മാസ്റ്ററിന്റെ ഡിസൈപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ്രോണാചാര്യരുടെ പുത്രൻ ദ്രോണാചാര്യരുടെ സ്വന്തം പുത്രനാണെങ്കിലും അദ്ദേഹം സ്പിരിച്വൽ മാസ്റ്ററും കൂടിയാണ്. ആരുടെ? അശ്വത്ഥമാവിന്റെ അച്ഛൻ, അതായത് ദ്രോണാചാര്യർ അശ്വത്ഥമാവിന്റെ അച്ഛനാണെങ്കിൽ കൂടി സ്പിരിച്വൽ മാസ്റ്ററും കൂടിയാണ്. സോ അർജുനൻ സെയിം സ്പിരിച്വൽ മാസ്റ്ററിന്റെ ഡിസൈപ്പിൾ ആണ്. ഗോഡ് ബ്രദർ എന്ന് പറയും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഗോഡ് ബ്രദറിന്റെ പുത്രന്മാരെ കൊല്ലുക എന്ന് പറയുന്നത് എന്താണ്? അയാള് ബന്ധുഹ തന്നെയാണ്, ബന്ധുക്കളെ തന്നെയാണ് വധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാപിയാണ്, ആത്തതായിയാണ്, ഇതെല്ലാമാണ്. പിന്നെ ഭർത്തുശ്ച വിപ്രിയം, ഇത് ദുര്യോധനന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് അയാൾ പറയുമായിരിക്കും. പക്ഷെ എന്താണ്? ദുര്യോധനൻ പോലും ഇതിനെ എന്ത് ചെയ്യുന്നില്ല? മാനിച്ചിരുന്നില്ല. ധൃതവാൻ കുലപുംസനഹ, എന്താണ്? ഹി ഈസ് ബട്ട് ദ ബേൺഡ് റെമനൻസ് ഓഫ് ഹിസ് ഫാമിലി. അയാള് സ്വന്തം കുലത്തിനെ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? നശിപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാളെ വധിക്കേണ്ടതാണ്. ഇത് 4ാമത്തെ റീസൺ ആണ്. ദിസ് മാൻ ഈസ് an assassin and murderer of your own family members. Not only that, but he has also dissatisfied his master. He is but the burned remnants of his family. Kill him immediately. ഈ വ്യക്തി ചതിയനും നിന്റെ കുടുംബാംഗങ്ങളുടെ ഘാതകനും തന്റെ യജമാനനെ അസംതൃപ്തനാക്കിയവനുമാകുന്നു. അവൻ സ്വകുലത്തിന്റെ കത്തിക്കരിഞ്ഞ അവശിഷ്ടം മാത്രമാണ്. ആകയാൽ ഉടൻ തന്നെ അവനെ വധിക്കുക. എന്താണ് ഇവിടെ പ്രഭുപാദ് പറയുന്നു? ദ്രോണാചാര്യ, the good name of Dronacharya was very much respected. Although he joined the enemy camp, the Pandavas held him always in respect, and Arjuna saluted him before beginning the fight. There was nothing wrong in that way, but the son of Dronacharya degraded himself by committing acts which are never done by the Dvijas or twice born higher caste. ആദ്യം ദ്രോണാചാര്യരുടെ പുത്രനോട് അർജുനന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എതിർ ചേരിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ദ്രോണാചാര്യർ എതിർ ചേരിയിലാണ്. എന്നിട്ടും അർജുനൻ യുദ്ധം ചെയ്യുന്നതിന് മുന്നേ തന്റെ ഗുരുവിനെ പോയി പ്രണമിച്ചിരുന്നു. അപ്പൊ അശ്വത്ഥാമാവിനോടും അദ്ദേഹത്തിന് അത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമില്ല. ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് തന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദ്രോണാചാര്യരുടെ പുത്രൻ എന്താണ് ചെയ്തത്? ഈ പാപം ചെയ്ത് എന്ത് ചെയ്തിരിക്കുന്നു? സ്വയം താഴ്ന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കത്തിക്കരിഞ്ഞ അവശിഷ്ടം മാത്രമാണ് എന്ന് പറയുന്നു. ആര്? ദ്രോണാചാര്യരുടെ പുത്രൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഭഗവാൻ അർജുനനോട് പറയുന്നു, നിനക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത്? നേരത്തെ ഭഗവത്ഗീതയിൽ ഭഗവാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അർജുനനോട് പറഞ്ഞിട്ട് പറയും, ഇതൊക്കെയാണ് പാർത്ഥ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇനി നീ ചിന്തിച്ച് പ്രവർത്തിക്കും. നിനക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഏവം പരീക്ഷതാ ധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത നൈച്ഛാധന്തും ഗുരുസുതം യദ്യപ്യാത്മഹനം മഹാൻ. എന്ത് സംഭവിച്ചു? അർജുനനെ വീണ്ടും ഭഗവാൻ പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ്? ഏവം പരീക്ഷതാ ധർമ്മം സൂത ഉവാച. ഇവിടെ സൂതഗോസ്വാമി ആരോട് പറയുകയാണ്? ശൗനകാദി ഋഷികളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഏവം പരീക്ഷതാ ധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത നൈച്ഛാധന്തും ഗുരുസുതം യദ്യപ്യാത്മഹനം മഹാൻ. സൂത ഉവാച ഏവം പരീക്ഷതാ ധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത നൈച്ഛാധന്തും ഗുരുസുതം യദ്യപ്യാത്മഹനം മഹാൻ. എന്ത് സംഭവിച്ചു? ഏവം, ഈ പ്രകാരം, പരീക്ഷത, ഇത് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഭഗവാൻ എന്താണ് അർജുനൻ ധർമ്മത്തിന് വേണ്ടി ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുകയാണ്. പാർത്ഥനെ പരീക്ഷിക്കുകയാണ്. ആര്? കൃഷ്ണേന ചോദിത.
കൃഷ്ണനാൽ പ്രോത്സാഹിപ്പിച്ചു എന്തിന്? വധിക്കുക. പക്ഷെ അർജുനന് അയാളെ വധിക്കണമെന്ന് താല്പര്യമില്ലായിരിക്കും. കാരണം എന്താണ്? അശ്വത്ഥാമാവ് ഒരു എന്താണ് നീചമായിട്ടുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ അച്ഛൻ തന്റെ ഗുരുവാണ്, ഗുരുസുതം, അതായത് ഗുരുവിന്റെ പുത്രനാണ് എന്നുള്ള കൺസിഡറേഷൻ ആർക്കുണ്ട്? അർജുനനുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? സൂത ഗോസ്വാമി said, although Krishna, who was examining Arjuna in religion, encouraged Arjuna to kill the son of Dronacharya, Arjuna, the great soul, did not like the idea of killing him, although Ashwathama was a heinous murderer of Arjuna's family members. സൂത ഗോസ്വാമി അരുളി ചെയ്തു, അർജുനന്റെ ധർമ്മത്തെ പരീക്ഷിക്കാനായി ഭഗവാൻ കൃഷ്ണൻ ദ്രോണപുത്രനെ വധിക്കാൻ അർജുനനെ പ്രോത്സാഹിപ്പിച്ചു എങ്കിലും തന്റെ കുടുംബാംഗങ്ങളെ നിഷ്ഠൂരമായി വധിച്ച ഘാതകനാണെങ്കിൽ തന്നെയും മഹാത്മാവായ അർജുനൻ അവനെ വധിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. എന്താണ്? ഭഗവാൻ അർജുനനെ പ്രേരിപ്പിച്ചെങ്കിലും അശ്വത്ഥാമാവ് ഈ അയോഗ്യനാണെങ്കിലും എല്ലാവിധ നിന്ദ്യ പ്രവർത്തികളും ചെയ്തെങ്കിൽ കൂടി സ്വന്തം ആചാര്യന്റെ പുത്രനാണ് എന്ന് കരുതിയിട്ട് കാരുണ്യപൂർവം പെരുമാറേണ്ടതാണെന്ന് അർജുനൻ കരുതി. ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ്? അർജുനന്റെ കർത്തവ്യ ബോധത്തെ കുറിച്ച് അറിയാൻ, അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവരെയും പരീക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ എന്താണ് ഈ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നതിന് പല റീസൺസ് ഉണ്ട് എന്ന് പറയുന്നു. പ്രഭുപാദ് ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നു, അർജുനന്റെ കർത്തവ്യബോധത്തെ പരീക്ഷിക്കാനായി ശ്രീകൃഷ്ണ ഭഗവാൻ ബാഹ്യമായി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ കർത്തവ്യബോധത്തെ കുറിച്ച് അറിവില്ലെന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ കർത്തവ്യബോധത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ഭക്തരെ ഇപ്രകാരം പരീക്ഷണ വിധേയരാക്കാറുണ്ട്. ഗോപികമാരെയും ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്താറുണ്ട്. പ്രഹ്ലാദ മഹാരാജാവിലും ഇത്തരം പരീക്ഷണങ്ങൾ ഭഗവാൻ പ്രയോഗിച്ചു. താന്താങ്ങളുടേതായിട്ടുള്ള പരീക്ഷണങ്ങളിൽ എല്ലാ പരിശുദ്ധ ഭക്തന്മാരും വിജയീ ഭവിക്കുന്നു. എന്തിനാണ് ഭക്തന്മാരെ പരീക്ഷിക്കുന്നത്? അവരുടെ സിൻസിയർ ആയിട്ട് അവരുടെ ഡിവോഷൻ സർവീസ് ചെയ്യുമെന്ന് ഭഗവാൻ അറിയാം. അവരുടെ ഗ്ലോറി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭഗവാന് അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ഈ ഭക്തൻ ജയിക്കുമെന്നും ഭഗവാൻ അറിയാം. കാരണം എന്താണ്? ഭക്തന്മാർക്ക് ഒരിക്കലും പരാജയമില്ല. എന്താണ് പറയുന്നത് അർജുനനോട്? പാർത്ഥ, എന്താ പറയുന്നത്? പ്രസ്താവിക്കൂ പാർത്ഥ, നമേ ഭക്ത പ്രണശ്യതി. എന്റെ ഭക്തന്മാർ ഒരിക്കലും തോൽക്കാറില്ല എന്ന് ആരോട്? ഭഗവാൻ അർജുനനോട് പറയുകയാണ്. ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അർജുന. കാരണം ഞാൻ പല സ്ഥലങ്ങളിലും കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല എന്ന് നീ തന്നെ ഉറപ്പ് പറയൂ. പ്രഹ്ലാദ മഹാരാജാവിനെയും ഗോപിമാരെയും പിന്നെ ഇപ്പോതാ അർജുനനെയും ഒക്കെ ഭഗവാൻ എന്തിനാണ്? സ്വന്തം കർത്തവ്യബോധത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന്. എന്താണ്? ടു മാഗ്നിഫൈ ദ സെൻസ് ഓഫ് ഡ്യൂട്ടി, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇനി എന്ത് ചെയ്തു? ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു ഇയാളെ കൊല്ലാൻ പറഞ്ഞു. ഇനി അർജുനൻ എന്ത് ചെയ്യും നോക്കാം. അർജുനൻ അയാളെയും കൊണ്ട് എവിടെ പോയി? നമ്മുടെ ക്യാമ്പിലേക്ക് പോയി. ആരാണോ 5 പാണ്ഡവന്മാരുണ്ടായിരുന്ന ക്യാമ്പിലേക്ക് പോയി. അഥോപേത്യ സ്വശിബിരം ഗോവിന്ദ പ്രിയ സാരഥി ന്യാവേദ്യയാത് തം പ്രിയയൈ ശോചന്ത്യ ആത്മജൻ ഹതാൻ. എന്ത് സംഭവിക്കുന്നു? അങ്ങോട്ട് പോകുന്നു. അഥ ഉപേത്യ സ്വശിബിരം ഗോവിന്ദ പ്രിയ സാരഥി ന്യവേദയത്തം പ്രിയായൈ ശോചന്ത്യ ആത്മജാൻ ഹതാൻ. അഥോപേത്യ സ്വശിബിരം ഗോവിന്ദ പ്രിയ സാരഥി ന്യവേദയത്തം പ്രിയയൈ ശോചന്ത്യ ആത്മജാൻ ഹതാൻ. എവിടെ പോയി? അഥ അതിനുശേഷം ഉപേത്യ എത്തിച്ചേർന്നു. എവിടെ? സ്വശിബിരം, സ്വന്തം ശിബിരത്തിൽ, കൂടാരത്തിൽ എത്തിച്ചേർന്നു. ആരെത്തിച്ചേർന്നു? ഗോവിന്ദൻ സാരഥിയായിരിക്കുന്നവനും, അതാണ് പാർത്ഥനും പാർത്ഥസാരഥിയും. എവിടെ എത്തിച്ചേർന്നു? സ്വന്തം ശിബിരത്തിൽ എത്തിച്ചേർന്നു. ന്യവേദയത്ത്. ഇനി ഇവനെ ഈ അശ്വത്ഥാമാവിനെ ആർക്ക് ആണ് പിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? തീരുമാനിക്കേണ്ടത് ദ്രൗപദിയാണ്.
കാരണം ദ്രൗപദിക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. 5 പുത്രന്മാരെ വന്നിട്ട് നിഷ്കരുണം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവൾ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഈ അർജുനൻ ഇയാളെ, അതായത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ദ്രൗപദിയുടെ അടുത്ത് ഈ പുത്രദുഃഖത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്താണ്, ആത്മജാൻ അല്ലെങ്കിൽ സ്വന്തം പുത്രന്മാരെ വധിച്ച ആ ഒരു ദുഃഖത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണയുടെ അടുത്ത്, ദ്രൗപദിയുടെ അടുത്ത് ആരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു, ഈ അശ്വത്ഥാമാവിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ആത്മമിത്രവും സാരഥിയുമായ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം ശിബിരത്തിൽ മടങ്ങിയെത്തിയ അർജുനൻ വധിക്കപ്പെട്ട തന്റെ സുതന്മാർക്കായി വിലപിച്ചുകൊണ്ടിരുന്ന പ്രിയ പത്നിക്ക് പുത്രരുടെ ഘാതകനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി എന്ത് തീരുമാനിക്കും? ആരാണ് തീരുമാനിക്കുന്നത്? ദ്രൗപദി തീരുമാനിക്കും എന്ന് ആര് വിചാരിച്ചു? അർജുനൻ വിചാരിച്ചു. എന്താണ് ഇവിടെ പ്രഭുപാദ് എങ്ങനെയാണ് ഭഗവാനെ ഡിയർ ഫ്രണ്ട് ആൻഡ് ചാരിയറ്റിയർ, ഗോവിന്ദപ്രിയനായവൻ. ആരാണ് ഗോവിന്ദപ്രിയൻ? അർജുനൻ. എങ്ങനെയാണ് അർജുനൻ ഗോവിന്ദപ്രിയനാകുന്നത് എന്ന് ഇവിടെ പ്രഭുപാദ് പറയുകയാണ്. The transcendental relation of Arjuna with Krishna is of the dearmost friendship. In the Bhagavad Gita, the Lord himself has claimed Arjuna as his dearmost friend. Every living being is thus related with the Supreme Lord by some sort of affectionate relation, either as servant or as friend or as parent or as an object of conjugal love. Everyone thus can enjoy the company of the Lord in the spiritual realm, if he at all desires and sincerely tries for it by the process of bhakti. അർജുനന് എങ്ങനെയാണ് ഗോവിന്ദപ്രിയനായത്? ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നു ഭഗവത്ഗീതയിൽ, പാർത്ഥ, നീ എന്റെ സുഹൃത്തും ഉറ്റ സുഹൃത്തായതുകൊണ്ടാണ് നിനക്ക് ഈ യോഗ എന്താണ് രഹസ്യമായിട്ടുള്ള യോഗ അരുളി ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. നമുക്ക് എല്ലാ ജീവാത്മാക്കൾക്കും ഇപ്രകാരം ഭഗവാനുമായിട്ട് സേവകനായോ മിത്രമായോ മാതാപിതാക്കളായോ പിന്നെ ലവറായിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്നേഹപാശത്താൽ ബന്ധിക്കപ്പെടാം. ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് എന്ത് ചെയ്യാനുള്ളതല്ല, ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യാനുള്ളതല്ല എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഈ തരത്തിലുള്ള ബന്ധമെല്ലാം നമുക്ക് ഭഗവാനോടുണ്ട്, ഓരോ ജീവാത്മാവിനും ഉണ്ട്, അയാളുടെ സ്വരൂപം എന്നുള്ള അവസ്ഥയിൽ. എന്താണ് സ്വരൂപം എന്ന് പറയുന്നത്? നമ്മൾ എവിടെയായിരുന്നു ഭഗവാനോടൊപ്പം എന്താണ് തിരികെ പരമ ദിവ്യോത്തമ പുരുഷന്റെ ധാമത്തിൽ എത്തിച്ചേരുമ്പോ എന്ത് സ്പിരിച്വൽ രസമാണോ നമുക്കുള്ളത്, അതിനെയാണ് നമ്മളുടെ സ്വരൂപം എന്ന് പറയുന്നത്. അത് ഗോപനാകാം, ഗോപിയാകാം, ഒരു പുല്ലാകാം, മയിലാകാം, പൂവാകാം, എന്ത് വേണമെങ്കിലും ആകാം. കാരണം ഭഗവാനും എല്ലാ ജീവാത്മാക്കളും തമ്മിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ ഇപ്പോ നമ്മളുടെ കണ്ടീഷന്റെ അവസ്ഥയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇമാജിൻ ചെയ്യുന്നത്? നമ്മൾ സങ്കല്പിക്കുകയാണ്. ഇത് സങ്കല്പമല്ല, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് എപ്പോ മനസ്സിലാകും? ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, ഈ 2 സ്റ്റേജ് ഉണ്ട്. ഭാവ, പ്രേമ. ഈ ഭാവ പ്രേമ സ്റ്റേജിൽ മാത്രമേ നിങ്ങളുടെ സ്വരൂപം എന്താണ് എന്ന് നിങ്ങൾക്ക് വെളിവാകുകയുള്ളൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക? ഭക്തിയുടെ ഈ സ്റ്റെപ്സിനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തനിയെ എന്ത് ചെയ്യും? തനിയെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന കാര്യമാണ്? ആരാണ് നമ്മളെന്ന് വെളിവാകുന്ന കാര്യമാണ്. അതുവരെ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഗോപിയായിരിക്കാം എന്ന് ഇമാജിൻ ചെയ്യരുത്. ഞാൻ ഗോപനാണ് എന്ന് ഇമാജിൻ ചെയ്യരുത്, സങ്കല്പിക്കരുത്. നമ്മളിപ്പോ ഭഗവാന്റെ സേവകൻ മാത്രമാണ്. ശ്രീ കൃഷ്ണ ബലരാമനെയും രാധാകൃഷ്ണ ആരെയാണോ നിങ്ങളുടെ അതോറിറ്റീസ് നിങ്ങളെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്, അവരെ സേവകനെ പോലെ വർഷിപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മൾ എല്ലാവരും ഭക്തന്മാരെല്ലാവരും എന്താണ്, ഈ പ്രോസസ്സിലെ തുടക്കത്തിൽ നിൽക്കുന്ന ഭക്തന്മാരാണ്. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി ചെയ്യുന്നതേ ഉള്ളൂ നമ്മൾ. ഈ അനർത്ഥ നിവൃത്തി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ മാത്രമേ നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, ഇതൊക്കെ ഹയർ സ്റ്റേജസ് ആണ്. ഈ സ്റ്റേജിൽ എത്താതെ നമ്മൾക്ക് നമ്മളുടെ
എന്താണ് ഭഗവാനോടുള്ള ബന്ധം എന്താണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. നിങ്ങൾ എത്ര തവണ അതിനെ സങ്കല്പിച്ചാലും അത് ശരിയാവുകയില്ല. അങ്ങനെ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ഭഗവാനെ എന്ത് ചെയ്യുക? എന്റെ മാസ്റ്റർ ആണ്, എന്റെ എന്താണ് ഇതാണ് പ്രഭുവാണ് എന്ന് കരുതിക്കൊണ്ട് എങ്ങനെയാണോ ഒരു മാസ്റ്ററിന് സേവകൻ സേവനം ചെയ്യുന്നത് അതേപോലെ ചെയ്യുക മാത്രമാണ്. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ സ്പിരിച്വൽ മാസ്റ്റർ. അതിനാണ് നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിന് നമ്മൾക്ക് എന്താണ് തന്നിരിക്കുന്നത് ഭഗവാൻ. എന്തിനു വേണ്ടിയിട്ട്? എന്താണ് സോറി നമ്മള് ഗുരുവാഷ്ടകം പാടുമ്പോ അതിൻ്റെ അകത്ത് ഒരു വേർഡ് ഉണ്ട്. പലതരത്തില് ഭഗവാന്റെ സേവനങ്ങളില് സ്പിരിച്വൽ മാസ്റ്റർ നിങ്ങളെ വിനിയോഗിക്കുന്നു എന്നുള്ളത്. ആ വിനിയോഗിക്കുന്നത് സ്പിരിച്വൽ മാസ്റ്റർ നിങ്ങളുടെ ഈ ഒരു നാച്ചുറൽ ടെൻഡൻസി, അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഗുണമനുസരിച്ച് എന്ത് സേവനത്തിലാണ് നിങ്ങൾക്ക് ഭഗവാനുമായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് സ്പിരിച്വൽ മാസ്റ്റർ അത് എന്ത് ചെയ്തു തരും? നിർദ്ദേശിക്കും. ആ നിർദ്ദേശം പാലിച്ച് അത് കണ്ടിന്യൂ ചെയ്യുക മാത്രമാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഗോപിയാണോ, ഗോപനാണോ, പൂവാണോ, പുല്ലാണോ, കായാണോ, ഇതൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ചിന്തിച്ച് എടുക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ ചിന്തിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയുമല്ല. കാരണം ഇപ്പൊ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മളുടെ ഈ അനർത്ഥങ്ങൾ മാറിയതിന് ശേഷം മാത്രമേ അത് കറക്റ്റ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ സ്വരൂപം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ശ്ലോകം കൊണ്ട് 41ാമത്തെ ശ്ലോകം കൊണ്ട് നിർത്താം. കാരണം ഇനി ദ്രൗപദി എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ അശ്വത്ഥാമാവ്. ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണ്? ഭഗവാൻ എന്താണ് അശ്വത്ഥാമാവിനെ കുറിച്ച് ചിന്തിച്ചത്? അർജുനൻ എന്താണ് അശ്വത്ഥാമാവിനെ കുറിച്ച് ചിന്തിച്ചത്? ഇനിയുണ്ട് ആൾക്കാര്, ദ്രൗപദിയും ഭീമനും യുധിഷ്ഠിരനും ഒക്കെ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഭഗവാൻ ഈ ഭക്തന്മാരെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. എന്താണ് ടെസ്റ്റ് എന്ന് പറയുന്നത്? എല്ലാ ഭക്തന്മാരും ഒരേ അഭിപ്രായമുള്ളവരായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇൻഡിവിജ്വൽ, അതായത് വ്യക്തിത്വമുള്ള ആൾക്കാർക്ക് ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളും കാണും. അർജുനൻ ഒരു വ്യക്തിയാണ്, ദ്രൗപദി ഒരു വ്യക്തിയാണ്, യുധിഷ്ഠിരൻ ഒരു വ്യക്തിയാണ്, നകുല, സഹദേവ, ഭീമ ഇവരെല്ലാവരും വ്യക്തികളാണ്. ഭഗവാന്റെ ഭക്തന്മാരാണ് എന്നുള്ളതാണ് കോമൺ ഫാക്ടർ. പക്ഷേ ഓരോ ആൾക്കാരും ഒരു സാഹചര്യത്തെ നോക്കി കാണുന്നത് പലതരത്തിലായിരിക്കാം. പക്ഷെ ഇവരുടെ എല്ലാം ഉദ്ദേശം എന്താണ്? ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള കർമ്മം ഈ എല്ലാ ആൾക്കാരും വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടും ചെയ്തത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം വന്നിട്ട് അടുത്ത വ്യാഴാഴ്ച ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.